അതിമനോഹരമായ ചങ്ങനാശ്ശേരി. ഇപ്പോഴാണ് നിങ്ങൾ ചങ്ങനാശ്ശേരി വന്ന് കാണേണ്ടത്. നമ്മുടെ രാഷ്ട്രീയ കോമരങ്ങളുടെ വികൃതം പിടിച്ച ചങ്ങനാശ്ശേരിയാണ് ഈ കാണുന്നത്. ഇത് കണ്ടോ, എങ്ങനെയുണ്ട് കുഞ്ഞച്ച, എങ്ങനെയുണ്ട് നമ്മുടെ ചങ്ങനാശ്ശേരി ഇപ്പോൾ കാണാൻ? ചങ്ങനാശ്ശേരി അതിസുന്ദരമായ ഭാഗമായി മാറിയിരിക്കുകയല്ലേ ബോട്ട് കെട്ടി. അഞ്ചുവിളക്കിൻ്റെ നാട്ടിൽ നിന്നും ആരും കാശ്മീരിലേക്ക് പോകേണ്ട കാര്യമില്ല. കുടുംബമായി ചങ്ങനാശ്ശേരി ബോട്ട് കെട്ടി വന്നു കഴിഞ്ഞാൽ ആവോളം ആസ്വദിച്ച് സെൽഫി എടുത്ത് ആനന്ദത്തോടെ ഇവിടുന്ന് യാത്രയാകാം. അതാണ് ചങ്ങനാശ്ശേരി ബോട്ട് കെട്ടി. ഇപ്പൊ പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് ഇത് കണ്ടോ, ഇത് ഞങ്ങളുടെ അപ്പ പൂക്കൾ മുഴുവൻ വിടരും. ഇത് കണ്ടോ, മനോഹരമായ കാഴ്ചകള്. അതെ അതെ അതെ. ഇപ്പൊ പടിഞ്ഞാട്ട് പോയ വെള്ളത്തിന്റെ കാഴ്ചകൾ അതിമനോഹരം. ഇനിയിപ്പോ കാട്ടിലോട്ടും പോകണ്ട, ഇവിടെ ഒരു കാടുണ്ട്. ബോട്ട് കെട്ടി ഇപ്പൊ കാടായിട്ടിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ കയറ്റി വിട്ടവന്മാരുണ്ടല്ലോ, ഇവിടുത്തെ MLA യും വാർഡ് മെമ്പർമാരും അവരെയൊക്കെ ഗുണമായി കാണുന്നത്. കുട്ടനാട്ടുകാർക്ക് ഒറ്റ ഒരെണ്ണത്തിന് ഇവിടെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? ബോട്ടയിലോ വള്ളത്തേലോ നോക്കെ ഇതിൻ്റെ അകത്തൂടെ അവർക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റും? ഒറ്റ കുടുംബം ഇവിടെ ഒന്ന് രക്ഷപ്പെടത്തില്ല. ഇത് നേരത്തെ മുൻകൂട്ടി ചെയ്യേണ്ടതാരാ? അങ്ങനെ ഈ പോണ ഇവിടെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു 150-200 ബോട്ട് ഇവിടെ വന്നേനെ, എല്ലാവരും വന്ന് രക്ഷപ്പെട്ടേനെ. കുടുംബങ്ങൾ ഈ വഴി രക്ഷപ്പെട്ടേനെ. KC പാലം ഉള്ളതുകൊണ്ട് അതിൻ്റെ അടിയിൽ കൂടെ ബോട്ടിനും വരാൻ പറ്റത്തില്ല. ഇനിയും വെള്ളം പൊങ്ങിയാൽ കുട്ടനാട്ടുകാരുടെ അവസ്ഥ ഗോവിന്ദ ദയനീയാവസ്ഥയാണ്. ഇവനൊക്കെ വോട്ട് മേടിച്ച് കയറിയിട്ട് പാവങ്ങളെയൊക്കെ വെള്ളത്തിലിട്ട് കൊല്ലുന്ന ഈ പരിപാടി കുട്ടനാട്ടുകാരെ നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങൾക്ക് ചങ്ങനാശ്ശേരിക്കാരെ സംബന്ധിച്ച് വിഷയമൊന്നുമില്ല. നിങ്ങൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ടും ദുരിതവും ഒക്കെ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. പക്ഷേ നിങ്ങൾ വീണ്ടും ഇവന്മാർ കോട്ട് ചെയ്ത് ഇവന്മാർക്ക് തള്ളി കൊടുക്കും. നിങ്ങൾക്കറിയാവോ, നിങ്ങളുടെ MLA കരയില, മനസ്സിലായോ? ചങ്ങനാശ്ശേരി കരയിൽ വന്ന് കിടപ്പുണ്ട്. അയാളെ സംബന്ധിച്ച് പുള്ളിക്കാരന് കുഴപ്പമൊന്നുമില്ല, കുഴപ്പം നിങ്ങൾക്കാണ്. അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും കുട്ടനാട്ടിൽ നല്ലൊരു MLA-നെ, നിങ്ങളുടെ ദുഃഖങ്ങൾ അറിയാവുന്ന, നിങ്ങളുടെ പ്രയാസങ്ങൾ അറിയാവുന്ന, നിങ്ങളുടെ കണ്ണുനീര് ഒപ്പുന്ന ഒരാളെ ആയിരിക്കണം നിങ്ങളവിടെ നിർത്താൻ. അതുപോലെ KC പാലം പൊളിക്കാനായിട്ട് നിങ്ങൾ മുൻകൈ എടുക്കണം. ഞങ്ങൾക്ക് KC പാലം കൊണ്ടൊന്നും ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മുൻകൈ എടുത്ത് അത് പൊളിച്ചാൽ ഇതുപോലെയുള്ള അവസ്ഥകൾ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അടിയിൽ കൂടെ ബോട്ടേ വന്ന് രക്ഷപ്പെടാം. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. ഇവിടുത്തെ ഭരണകർത്താക്കളുടെ വാശിക്കാണ് KC പാലം അവിടെ കെട്ടിപ്പൊക്കി അവർ ഈ ചങ്ങനാശ്ശേരിയെ നശിപ്പിക്കാനായിട്ട് ബ്ലോക്ക് ചെയ്ത. ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഈ സംഭവമൊന്നും വരണമെന്നൊന്നും വലിയ ഇതുള്ളവരല്ല. പക്ഷേ നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ കവാടമാണ് അവിടെ കെട്ടിയടച്ചിരിക്കുന്നത്. അപ്പോൾ അത് പൊളിക്കാൻ നിങ്ങളും കുട്ടനാട്ടുകാരും മുൻകൈ എടുക്കണം. ഓക്കെ സഹോദരങ്ങളെ.